10 വർഷത്തോളം പ്രതീക്ഷയോടെ വിവാഹ ബ്യൂറോകളെ കാത്തിരുന്നിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ സ്വന്തം വിവാഹത്തിനായി പോസ്റ്ററുകൾ പതിച്ചും നോട്ടീസുകൾ വിതരണം ചെയ്തും വ്യത്യസ്തമായ വഴിയിലൂടെ ശ്രദ്ധ നേടുകയാണ് ചെറുപുഴ മച്ചിയിൽ സ്വദേശി കെ അജിത് കുമാർ. വധുവിനെ തേടി വ്യത്യസ്തമായ ഒരു മാർഗമാണ് അജിത് കുമാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വന്തം വിവരങ്ങളും ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ വിവിധ സ്ഥലങ്ങളിൽ പതിക്കുകയും നോട്ടീസുകൾ വിതരണം ചെയ്തുമാണ് അജിത് കുമാർ വധുവിനെ തേടുന്നത്. വിവിധ വിവാഹ ബ്യൂറോകളിൽ നിന്ന് കിട്ടിയ മോശം അനുഭവങ്ങളാണ് അജിത് കുമാറിനെ ഇങ്ങനെയൊരു മാർഗം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷത്തോളമായി വിവിധ വിവാഹ ബ്യൂറോകളെ ആശ്രയിച്ചിരുന്നെങ്കിലും അനുകൂലമായ ഫലം ലഭിച്ചില്ലെന്നാണ് അജിത് കുമാർ പറയുന്നത്. എൻ്റെ പേര് അജിത്ത് കെ. ഞാൻ കണ്ണൂർ ജില്ലയിലെ മച്ചി എന്ന സ്ഥലത്ത് ചെറുപുഴേൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വിവാഹം നോക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ 10 വർഷമായി. അതായത് 2016 ഞാൻ ആദ്യമായിട്ട് ഒരു വിവാഹ ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്തത്. അത് ഞാൻ സ്വന്തം പോയിട്ട് രജിസ്റ്റർ ചെയ്തതല്ല. ഞാനൊരു പത്രപരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശ്രീചക്ര എന്ന വിവാഹ ബ്യൂറോയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാസർഗോഡ് ജില്ലയിലൊരു പെൺകുട്ടിൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ പ്രൊഫൈലിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ പോവുകയും അപ്പോൾ അവർ പറഞ്ഞു, ഒരു 3000 രൂപ രജിസ്ട്രേഷൻ ഉണ്ട്, ഇത് കല്യാണം നടക്കുന്നത് വരെയിലെ രജിസ്ട്രേഷൻ ഫീസാണ്, പിന്നെ ഒന്നും നൽകേണ്ടതില്ല എന്ന്. കേരള മാട്രിമോണി M4 മാരി ഇതിനെല്ലാം ഞാൻ കണ്ണൂർ ജില്ലാ കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകി. ഇതിൽ ഗരുഡ മാരേജ് ബ്യൂറോയുടെയും അതുപോലെ തന്നെ പിന്നെ ഇൻറ്റിമേറ്റ് മാരേജ് ബ്യൂറോ, സൂര്യ മാട്രിമോണി പഴയങ്ങാടി, പിന്നെ നായർ മംഗല്യ, പിന്നെ വിവാഹവേദിയും ഇത് കേസെല്ലാം അവരിങ്ങോട്ട് വന്ന് ഒത്തുതീർപ്പായി. കാരണം ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നു, അവരെല്ലാം വക്കീലിനെ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 4900 രൂപയാണ് വിവാഹവേദിയിൽ കൊടുത്തത്. അതിലെനിക്ക് പിന്നെ ഒത്തുതീർപ്പിൻ്റെ പകരം 3000 രൂപ തിരിച്ചു കിട്ടി. ഈ ശ്രീചക്രേൻ്റെ ആൾക്കാരെന്ന് വെച്ചാൽ അവർ ഹാജരായിട്ടേ ഇല്ല. അങ്ങനെ 10 പ്രാവശ്യം പോയി. അങ്ങനെയാണ് ഈ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്ക ഫോറത്തിൻ്റെ വിധി വന്നിരിക്കുന്നത്. അതായത് 3000 രൂപ അടച്ച രജിസ്ട്രേഷൻ ഫീസും 3000 രൂപ ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിനും 2000 രൂപ കോടതി ചെലവിനും വേണ്ടിയിട്ടാണ് ഈ വിധി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്ക ഫോറത്തിൽ നിന്ന് വിധി വന്നിട്ടുള്ളത്. അപ്പം ഞാനിപ്പം വ്യത്യസ്ത രീതിയിലുള്ള വധു അന്വേഷണത്തിലാണ് ചെയ്യുന്നത്. അതായത് A4 പേപ്പറിൽ പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലാക്കി അത് പിന്നെ മറ്റുള്ള ഭാഷകളിലേക്ക് മാറ്റി. അതായത് ഹിന്ദി, ബംഗാളി, ആസാമി, അതേപോലെ തന്നെ നേപ്പാളി, ഒഡിയ, പഞ്ചാബി, മറാത്തി അങ്ങനെയുള്ള ഭാഷകളിലാക്കിയിട്ട് പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ആദ്യം തന്നെ അവരെ പേര് വയ്ക്കും, ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതിൻ്റെ അവർക്ക് വിതരണം ചെയ്യുക. എന്നിട്ട് ശരിയായി കഴിഞ്ഞാൽ ഒരു 20,000 രൂപ പാരിതോഷികം. അങ്ങനെയാണ് ഞാൻ അതിൽ പ്രത്യേകം എഴുതിയിട്ടുള്ളത്. ഒരു വിവാഹ ബ്യൂറോയുടെ സേവനത്തിൽ വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകുകയും അനുകൂല വിധിയിലൂടെ നഷ്ടപരിഹാരം നേടുകയും ചെയ്തിട്ടുണ്ട് അജിത് കുമാർ. തന്റെ പോരാട്ടം വ്യക്തിപരമായ അനുഭവത്തിൽ ഒതുങ്ങുന്നതല്ലെന്നും വിവാഹ ബ്യൂറോകളുടെ പേരിൽ വഞ്ചിക്കപ്പെട്ട നിരവധി ആളുകളുടെ പ്രതിനിധി കൂടിയാണ് താനെന്നും അജിത് കുമാർ പറയുന്നു. ഇത്തരം അനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകാതിരിക്കണമെന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് ഈ വ്യത്യസ്ത പ്രചാരണത്തിലൂടെ ശ്രമിക്കുന്നതെന്നും അജിത് കുമാർ കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.